നമസ്കാരം. ലൈംഗിക പീഡന കേസിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവനന്തപുരത്ത് എത്തിയെന്ന് റിപ്പോർട്ടുകൾ. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോവുകയായിരുന്ന രാഹുൽ വക്കാലത്തിൽ ഒപ്പിടാൻ തിരുവനന്തപുരത്ത് നേരിട്ടെത്തുകയായിരുന്നുവെന്നാണ് വിവരം. രാഹുൽ നേരിട്ടെത്തിയാണ് വക്കാലത്തിൽ ഒപ്പിട്ടതെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി. മുൻകൂർ ജാമ്യ ഹർജി നൽകാനായിട്ടാണ് ഇന്നലെ രാഹുൽ തലസ്ഥാനത്തെത്തിയത്. രാഹുലിനെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി ലുക്കൌട്ട് സർക്കുലറും പോലീസ് പുറത്തുവിട്ടിരുന്നു. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം പിന്നീട് രാഹുൽ എങ്ങോട്ട് പോയെന്ന കാര്യത്തിലടക്കം വിവരമില്ല. അതേസമയം മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുന്നതാണ് അതിജീവിതയുടെ മൊഴി. വിവാഹ വാഗ്ദാനം നൽകിയാണ് രാഹുൽ തന്നെ ചൂഷണം ചെയ്തതെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. യുവതി ഡിവോഴ്സ് ആയതിനാൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് രാഹുൽ പറഞ്ഞിരുന്നു. കുഞ്ഞുണ്ടെങ്കിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്തതായി യുവതിയുടെ മൊഴിയിൽ പറയുന്നു. ഈ വാദങ്ങളിൽ വിശ്വസിച്ചാണ് താൻ ഗർഭം ധരിക്കാൻ തയ്യാറായത്. എന്നാൽ എന്തിനാണ് പിന്നീട് ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ നിർബന്ധിച്ചതെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇത് യുവതിയെ കെണിയിൽ കൊടുക്കാനുള്ള രാഹുലിന്റെ നീക്കമായിരുന്നുവെന്നാണ് നിരീക്ഷണം. ആദ്യ വിവാഹബന്ധം നിലനിൽക്കെയാണ് രാഹുലുമായി യുവതി ബന്ധം സ്ഥാപിച്ചതെന്നാണ് രാഹുൽ പറയുന്നത്. ഈ വാദങ്ങൾ അതിജീവിതയുടെ മൊഴിയിലൂടെ തകർന്നുവെന്നും വിലയിരുത്തുന്നവരുണ്ട്. ഒരുമിച്ച് ജീവിച്ചത് 4 ദിവസം മാത്രമാണ്. 1 മാസത്തിനുള്ളിൽ ബന്ധം ഒഴിഞ്ഞു. പിന്നീട് 5 മാസങ്ങൾക്ക് ശേഷമാണ് രാഹുലുമായി അടുക്കുന്നതെന്നും യുവതി മൊഴി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ബുധനാഴ്ച പരിഗണിക്കും. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇന്നലെയാണ് രാഹുലിന്റെ അഭിഭാഷകൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുതെന്ന വ്യവസ്ഥ ഇല്ല. അതിനാൽ അറസ്റ്റിലേക്ക് കടക്കുന്നതിൽ പോലീസിന് നിയമ തടസ്സവുമില്ല. എന്നാൽ ലൈംഗിക അതിക്രമ പരാതി യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്നത് അജ്ഞാതമാണ്. ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് ഫോൺ ഓഫ് ചെയ്ത രാഹുൽ എവിടെയെന്ന് അറിവില്ലെന്നാണ് MLA ഓഫീസിലെ ജീവനക്കാരും പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത തടയാൻ രാഹുലിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ജില്ല വിട്ടാൽ മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന നിയമോപദേശം ലഭിച്ചതിനാൽ രാഹുൽ പാലക്കാട്ടെ ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ ഒളിവിൽ തുടരുകയാണെന്നായിരുന്നു വിവരം. നിരീക്ഷണം ശക്തമാക്കാൻ പാലക്കാട്, കൊച്ചി, തിരുവനന്തപുരം സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയതും. കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കും. രാഹുലിന്റെ ഔദ്യോഗിക വാഹനം പാലക്കാട്ടെ ഫ്ളാറ്റിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ താൻ പരിചയപ്പെട്ടത് ആദ്യ വിവാഹബന്ധം ഒഴിഞ്ഞ ശേഷമെന്നാണ് പരാതിക്കാരിയായ യുവതിയുടെ മൊഴി. യുവതി വിവാഹിതയാണെന്ന് അറിഞ്ഞാണ് അടുപ്പം തുടങ്ങിയതും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയിൽ സമ്മതിച്ചിട്ടുമുണ്ട്. ഭർത്താവ് ഗാർഹിക പീഡനത്തിന് ഇരയാക്കുന്നുവെന്നും യുവതി പറഞ്ഞുവെന്നും ഇതേ തുടർന്നുണ്ടായ അനുകമ്പയാണ് സൗഹൃദമായി വളർന്നതെന്നും രാഹുൽ ഹർജിയിൽ വ്യക്തമാക്കുന്നു. അതേസമയം യുവതി ഭർത്താവിനൊപ്പമായിരുന്നു താമസമെന്നും ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനാണെന്നും രാഹുൽ പറയുന്നു. നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയില്ലെന്നും യുവതി സ്വമേധയാണ് ഗുളിക കഴിച്ചതെന്നുമാണ് രാഹുലിന്റെ വാദം. തന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വേണ്ടി യുവതി ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുകയായിരുന്നുവെന്നും രാഹുൽ ആരോപിക്കുന്നു. യുവതിയെ ഗർഭധാരണത്തിന് നിർബന്ധിക്കുന്നതിന്റെയും ഗർഭചിത്രത്തിന് വേണ്ടി ആശുപത്രിയിൽ പോകാൻ പ്രേരിപ്പിക്കുന്നതിന്റെയും വിവരങ്ങളാണ് പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളിലും ചാറ്റിലും ഉണ്ടായിരുന്നത്. രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ച തീയതികൾ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങളാണ് യുവതി പോലീസിന് നൽകിയ 20 പേജ് മൊഴിയിലുള്ളത്. തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലും പാലക്കാടുള്ള രാഹുലിന്റെ ഫ്ളാറ്റിലും വെച്ചായിരുന്നു പീഡനം. 2025 മാർച്ച് 4-നും ഏപ്രിൽ 22-നും തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു. മാർച്ച് 17-ന് ഫ്ളാറ്റിലെത്തിയ രാഹുൽ മൊബൈൽ ഫോണിൽ തന്റെ നഗ്ന ദൃശ്യങ്ങളെടുത്തു. ബന്ധത്തെക്കുറിച്ചുള്ള വിവരം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ഏപ്രിൽ 22-ന് പീഡിപ്പിക്കുകയായിരുന്നു. മെയ് അവസാനം രാഹുലിന്റെ പാലക്കാട്ടുള്ള ഫ്ളാറ്റിൽ വെച്ച് 2 തവണ പീഡിപ്പിച്ചുവെന്നുമാണ് ആരോപണം.